നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീമിയർ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കും അല്ലേ? പക്ഷേ കുറച്ചും കൂടെ നമുക്ക് സ്പീഡിൽ വിഷ്വൽസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു 5 ടിപ്സാണ് ഞാൻ പറയുന്നത്. അല്ല വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പം 5 ടിപ്സാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രോൾ വിൻഡോ എന്ന് പറഞ്ഞ സെക്ഷനാണ്. അപ്പം വിൻഡോസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് മുകളിലേക്ക് ഉണ്ടാവും. സോഴ്സ്, എഫക്ട്സ് കൺട്രോൾ, ഓഡിയോ മിക്സർ, മെറ്റാഡാറ്റ എങ്ങനെ പറഞ്ഞ് 3-4 വിൻഡോകളുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സ്ക്രോൾ ബട്ടൺ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വിൻഡോയിലേക്കും എളുപ്പം പോകും. ഇതാണ് ഒരു ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ടൈം ലൈൻ ഓട്ടോ സ്ക്രോളിംഗ് എന്നാണ് അടുത്ത ടിപ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിൽ പ്രിഫറൻസിൽ ടൈം ലൈനിൽ പോവാം. ടൈം ലൈനിൽ പോയി കഴിഞ്ഞാൽ ടൈം ലൈൻ എന്ന ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ടൈം ലൈൻ പ്ലേ ബാക്ക് ഓട്ടോ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണും. ഈ ഓപ്ഷൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പം നോ സ്ക്രോൾ ആണ്. ഇപ്പം ഞാനിത് പേജ് സ്ക്രോൾ എന്ന് പറഞ്ഞ സാധനം ഓൺ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി ഈ പ്ലേ ഹെഡ് പ്ലേ ചെയ്തതിന് ശേഷം ഓരോ പേജായിട്ട് നമുക്ക് സ്ക്രോളിംഗ് ആവും. നമ്മുടെ ഇത് നമുക്കൊന്ന് പ്രിഫറൻസിൽ പോയി ടൈം ലൈനിനകത്ത് പേജ് സ്ക്രോൾ മാറ്റി സ്മൂത്ത് സ്ക്രോൾ ആക്കി കഴിഞ്ഞാൽ നോക്കി നമ്മൾ പ്ലേ ആവുന്നതിനൊപ്പം തന്നെ നമ്മുടെ ടൈം ലൈനും സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കും. ഇതാണ് രണ്ടാമത്തെ ടിപ്സ്. മൂന്നാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ ക്ലിപ്പ് സ്വിച്ചിങ് എന്നാണ് ഈ ടിപ്സിന്റെ പേര്. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പം ഞാനിവിടെ ഓൾറെഡി ടൈം ലൈനകത്തേക്ക് 2 വിഷ്വൽ വെച്ചിട്ടുണ്ട്. ഒന്നൊരു കോഴീൻ്റെ, രണ്ടൊരു ലാൻഡ്സ്കേപ്പ്, മൂന്നൊരു കോഴീൻ്റെ അല്ലേ. ഞാനൊന്ന് ചെറുതാക്കി കാണിക്കാം. ഓക്കെ, ചെറുതാക്കിയിട്ട് ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ കോഴീനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ കോഴീൻ്റെ ക്ലിപ്പുമായിട്ട് ഒന്ന് അടുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതെടുത്ത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നീക്കി വെച്ച് ഇതിനെ എടുത്ത് ഇങ്ങനെ മാറ്റി ഇതിവിടെ വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക അല്ലേ. ഇതിനേക്കാൾ എളുപ്പം ഒരു പണിയുണ്ട്. എളുപ്പ പണി എന്ന് വെച്ചാൽ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്യുക. ജസ്റ്റ് ഏത് ക്ലിപ്പാണോ ആ ക്ലിപ്പ് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊട്ട് മുമ്പിൽ എടുക്കുന്ന ക്ലിപ്പ് മുമ്പോട്ട് ഫോർവേഡ് ആവുകയും ആ ക്ലിപ്പ് കറക്റ്റ് പൊസിഷനിൽ വന്നിരിക്കുകയും ചെയ്യും. ഇതാണ് മൂന്നാമത്തെ ടിപ്സ്. ക്ലിപ്പ് സ്വിച്ചിങ് എന്നാണ് ഈ ടിപ്സിന്റെ പേര്. ഇനി നമുക്ക് നാലാമത്തെ ടിപ്സിലേക്ക് പോവാം. നാലാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഭയങ്കരമായിട്ട് ഹാങ് ആവോ അല്ലെങ്കിൽ നമുക്ക് ഓവർലോഡ് എടുക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ക്യാച്ചസ് ക്ലിയർ ചെയ്യാം. ക്യാച്ചസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഡിറ്റിൽ പോവാം, നേരത്തെ പോലെ പ്രിഫറൻസിൽ പോവാം. എന്നിട്ട് നമുക്ക് മീഡിയ ക്യാച്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ ക്യാച്ചസിൽ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ക്യാച്ചസ് ഫയൽസ് ഓൾഡർ ദാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ആ ഓപ്ഷനകത്ത് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നത് 90 ദിവസമായിരിക്കും. അത് ഞാൻ 7 ദിവസം ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ദിവസമാണോ നിങ്ങളുടെ ക്യാച്ചസ് ആ ഡേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ആ ക്യാച്ചസ് 7 ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ആയിക്കും. നിങ്ങൾ എത്ര ടൈമാണ് കൊടുക്കുന്നത് ആ ടൈമിനുള്ളിൽ അത് ഡിലീറ്റ് ആയി കളയുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ സിസ്റ്റം സ്പീഡാക്കി തരും. ഇതാണ് നാലാമത്തെ ടിപ്സ്. ഇനി അഞ്ചാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ എഫക്ട്സ് ക്ലീനപ്പ് എന്നാണ്. അപ്പം 2 എഫക്ട്സ് നടക്കുന്നുണ്ട്. ഈ എഫക്ട്സ് കൺട്രോൾ ചെയ്യുന്നതാണ് എഫക്ട്സ് കൺട്രോൾ വിൻഡോ. അപ്പം ഞാൻ ഓൾറെഡി തന്നെ ഇപ്പം ബേസിക് കളറിൽ ഒരു ടിൻറ്റിനൊരു കീ കൊടുത്തു. ഓക്കെ, നേരെ മുകളിലേക്ക് വന്നിട്ട് സ്കെയിലിനും ഒരു കീ കൊടുത്തു അല്ലേ. സ്കെയിലിന് കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പോർഷൻസ് ഇവിടെ പ്രിവ്യൂ ചെയ്ത് ക്രോപ്പിൻ്റെ ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രിവ്യൂ ആയിട്ട് കാണാം. അപ്പം ഇത് നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എഫക്ട്സ് ക്ലീനപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇത് കണ്ടോ, ഈ എഫക്ട്സ് കൺട്രോൾ വിൻഡോയുടെ നടുക്കൊരു പ്ലേ ബട്ടൺ പോലെ ഫിൽട്ടർ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഷോ ഓൺലി കീ ഫ്രെയിംഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കീ ഫ്രെയിം ഉള്ള ആ പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്ത് തരൂ. ഓക്കെ, ഇതാണ് എഫക്ട്സ് ക്ലീനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, ഈ ഒരു 5 ടിപ്സ് വഴി നമുക്ക് സിമ്പിളായിട്ട് പ്രീമിയറിൽ വീഡിയോസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ഇനി ചെയ്യുന്ന ടിപ്സ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ, താങ്ക്സ്.